വിശ്വാസം അതാർക്കും സ്വീകരിക്കാം. അതനുസരിച്ച് വിശ്വാസം ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തുകയും അദ്ദേഹം അവിടെ നിന്ന് പുറത്തു വരുന്ന വേളയിൽ ചില ആളുകൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഫോട്ടോ എടുത്തതിനെ തുടർന്നാണ് സംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ ക്യാമറ പിടിച്ചു വാങ്ങുകയും അതിലെ ഫോട്ടോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ് പിണറായി വിജയൻ്റെ മകൻ ഗുരുവായൂരിൽ വന്നത് എന്നല്ല നമ്മുടെ ചോദ്യം. ഗുരുവായൂർ വന്നത്, ഫോട്ടോ എടുത്തത് എന്തിനാണ് ഡിലീറ്റ് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. ജമ്മിക്ക് എന്താ തോന്നുന്നത്? എന്തിനായിരിക്കും ഡിലീറ്റ് ചെയ്യിച്ചിട്ടുണ്ടാവുക? അതിപ്പോഴും നമുക്ക് മനസ്സിലാവാത്തൊരു ഒരു വിഷയമാണ്. അത് എന്തിനായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പണ്ട് മലയാള മനോരമയിലെ പഴയ ഒരു ഫോട്ടോഗ്രാഫ്, മധുരമീനാക്ഷി ക്ഷേത്രമാണെന്ന് തോന്നുന്നു, EMS നമ്പൂതിരിപ്പാടും ഭാര്യയും അവിടെ പോകുന്നു. EMS അമ്പലത്തിൻ്റെ വെളിയിൽ കാത്തു നിൽക്കുന്നു, ഭാര്യ അകത്ത് തൊഴാൻ പോകുന്നു. അങ്ങനൊരു ഫോട്ടോ വന്ന ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ ആരോ അത് എഴുതുകയും ചെയ്തു ഈ സംഭവം വന്നതിന് ശേഷം. ഇതൊക്കെ ഓക്കെ ആയിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യ കളിയാക്കലൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും അത് വേറെ ഇത് വേറെ എന്ന മട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അങ്ങനെ പോകുന്നതാണല്ലോ. പിണറായി വിജയൻ നിരീശ്വരവാദിയാണ് അല്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. വലിയ ഭക്തനാണെന്നാണ്. അത് പിണറായി വിജയൻ നിഷേധിച്ചിട്ടില്ല, എങ്കിലും അദ്ദേഹം ഭക്തനല്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതുകൊണ്ട് അയാളുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒരിക്കൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പാർട്ടി കോൺഫറൻസ് സമയത്ത് അവർ അമ്പലത്തിൽ പോയതിലൊരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. കൃത്യമായിട്ട് എനിക്ക് കിട്ടുന്നില്ല, സംവെയർ. അതുപോലെ മകനും പോയി. അതിനെന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? ആർക്കാ വിരോധം? ആ സമയത്താണ് ഒരു കഥ ഇവിടെ പറയാനുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബം തൃശ്ശൂരുടെ കാടാമ്പുഴ ക്ഷേത്രത്തിൽ പൂമൂടൽ പരിപാടി, അത് കോടിയേരിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ്. അത് വലിയ കോൺട്രവേഴ്സി ആയപ്പോഴത്തേക്കും രമേശ് ചെന്നിത്തല ചോദ്യമുണ്ട്, പൂ മൂടാൻ പോയാൽ പോരെ, വെറുതെ ഈ കിടന്ന് ഉരുളണോ, അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഔദ്യോഗിക വസതിയിലാണ് ദർശനം ശരിയല്ല എന്ന് പറഞ്ഞ് ഒരു ഗേറ്റ് ഇരിക്കുക, ഇപ്പുറത്തെ വശത്ത് വേറൊരു ഗേറ്റ് വെച്ചത്. ആ ഗേറ്റ് ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അത് വലിയ കോൺട്രവേഴ്സിയായി. ഇങ്ങനെ അത്യാവശ്യം ഒളിച്ച് ദൈവത്തെ കാണാൻ പോകുന്ന ഒരു പരിപാടി നമ്മുടെ നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ആരോ എഴുതിയത് പിണറായി വിജയൻ എന്തോ പരാതി പറയാൻ വേണ്ടിയിട്ട് മകനെ വിട്ടതായിരിക്കും കളിയാക്കുന്നുണ്ട്. അതർവൈസ് മുഖ്യമന്ത്രിയുടെ മകൻ വേറൊരു വ്യക്തിത്വമാണ്, അദ്ദേഹം പോട്ടെ. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതെന്തിനാണ് ഡിലീറ്റ് ചെയ്തെന്നുള്ളതാണ്. അത് ഭയങ്കര അത് അവരാണ് മറുപടി പറയേണ്ടത്. എന്തായാലും ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നുള്ളതും അതിൻ്റെ പേരിൽ ഉന്തും തള്ളും ചെറിയ രീതിയിൽ ദേഹോപദ്രവം ഉണ്ടായെന്നുള്ളതും അത് ചെയ്തത് ദേവസ്വം ബോർഡിൻ്റെ സെക്യൂരിറ്റിക്കാരാണെന്നുള്ളതും ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. നമുക്കിന്ന് രാവിലെ അയാൾ പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ പരാതിക്കൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ ഒളിച്ചു പോകുന്നവർ ഇത് ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന ഒരു ജാള്യത മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുണ്ടോ? അതാണ് എൻ്റെ സംശയം. സത്യത്തിൽ അവരോട് നമുക്ക് പറയാനുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ അറിഞ്ഞിട്ടാണ് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തത്. അതല്ലെങ്കിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി ആരോ കാണിച്ചതാണ്. അങ്ങനെ രാജഭക്തി കാണിച്ച ആളാണെങ്കിലും അങ്ങനെ രാജഭക്തി കാണിപ്പിച്ചതാണെങ്കിലും അവരോട് നമുക്ക് പറയാനുള്ളത്, നമുക്കാർക്കും ഒരു പരാതിയില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അതിന് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഭക്തനാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഒരു കമൻറ്റ് ഓർമ്മയില്ലേ, ആ വിളക്ക് തെളിഞ്ഞിരിക്കുന്നിടത്താണോ ദൈവം ഇരിക്കുന്നത് മറ്റോ ചോദിച്ചൊരു കമൻറ്റ് മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. അത്രയൊക്കെ ദൈവത്തോട് അത്രയൊക്കെ അടുപ്പമുള്ളൂ, ഫൈൻ, വെൽ ഗുഡ്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞെന്താ, ദേവീ കോപം ഉണ്ടാവും, ദേവിയോടാണ് കളിച്ചത്, ഓർമ്മ വേണം എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഒരു നേതാവ് പറഞ്ഞത് ദേവിയോട് കളിച്ചാൽ അതിൻ്റെ ഫലം അറിയുമെന്നാണ്. മാർക്സിനോട് കളിച്ചാൽ അതിൻ്റെ ഫലം അറിയുമെന്ന് പറഞ്ഞില്ല, ദേവിയോട് കളിച്ചാൽ അതിൻ്റെ ഫലം അറിയുമെന്നാണ് പറഞ്ഞത്. ഈ കോമഡി നമ്മൾ സ്വീകരിച്ചല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ, ഫൈൻ, ദാറ്റ്സ് ഓക്കെ. പക്ഷേ അത് ഫോട്ടോ എടുക്കുന്നത് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ യുക്തി എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് നാണക്കേട് തോന്നി ആർക്കോ, മുഖ്യമന്ത്രിയുടെ മകനോ കൂടെ വന്ന പരിവാരങ്ങൾക്കോ അവരെ ആനയിച്ചു കൊണ്ടുവന്ന എന്താ പറയുക അംഗരക്ഷക വിഭാഗത്തിന് ആർക്കോ ഇത് സംഭവം ശരിയാവില്ല, എന്തോ ഒരു നാണക്കേട് തോന്നി. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമ്മളതൊക്കെ വിട്ടു. കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദികളല്ല എന്നുള്ളതും മറ്റു പല കാര്യങ്ങളും നമ്മൾ വിട്ടതുപോലെ പണ്ട് അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നു. പണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വിട്ടെന്നേ. നിങ്ങളവിടെ നിന്ന് കയറിപ്പോരും, നിങ്ങൾ പള്ളിയിൽ പോകുന്നതിന് നമുക്ക് പ്രശ്നമില്ല, അമ്പലത്തിൽ പോകുന്നത് നമുക്ക് പ്രശ്നമില്ല, ഇനി പോയിട്ട് പോകാതിരുന്നാലും പ്രശ്നമില്ല, അവരുടെ കുടുംബമോ എന്ത് വേണമെങ്കിലും ആവട്ടെ. പക്ഷെ നാട്ടുകാരെ കൈവയ്ക്കരുത്, അത് കുറച്ച് കടന്ന കൈയായിപ്പോയി ആര് ജയിപ്പിച്ചാലും. എവിടെ നിൽക്കണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ നേതാക്കൾക്ക്? ഒരു കൺഫ്യൂഷനും ഇല്ല.
അതവർ അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ പിണറായി വിജയൻ ഒരു വിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള എൻ്റെ അറിവ് പ്രകാരം അദ്ദേഹം വിശ്വാസിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജിമ്മി പറഞ്ഞ പോലെ ആ വിളക്ക് വെച്ചെടുത്താണോ ദൈവം ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ മാത്രമുള്ള അപരിചിതത്വം ദൈവം എന്ന സങ്കല്പമായിട്ട് അദ്ദേഹത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ബാല്യത്തിലെ പല അനുഭവങ്ങളും വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെയൊരു ദൈവവിശ്വാസം പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോ ഒന്നും ഒരിക്കലും അദ്ദേഹത്തെ സ്വാധീനിക്കാത്ത രീതിയിൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ മകന് വിവേക് കിരൺ എന്ന മകന് ഒരുപക്ഷെ ആ വിശ്വാസം ഉണ്ടാകാം, അദ്ദേഹം പോകുന്നുണ്ടാകാം, പോയിക്കോട്ടെ. അത് അദ്ദേഹത്തിൻ്റെ അത് കോസ്റ്റ്യൂമും ശ്രദ്ധിക്കണം. അദ്ദേഹം ഇതൊക്കെ മാറ്റി ഷർട്ട് ഊരണമല്ലോ, ഷർട്ട് ഊരി ഒരു ഇതൊക്കെ ഇട്ടിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ആ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം അദ്ദേഹം പോകുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഈ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്, ഈ പടം ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അത് ഗുരുവായൂർ ആയതുകൊണ്ടാണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ പടം ഒരിക്കലും പുറത്തു വരരുത് എന്നുള്ള ഒരു താല്പര്യം കൂടി അതിന് പിന്നിലുണ്ടോ എന്നുള്ളതാണ്. കാരണം ഒന്നാമതായിട്ട് വിവേകിരൻ്റെ ഞാനെവിടെയും അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ വീണയെ നമുക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ വിവേകിരൻ്റെ പടം ഞാനങ്ങനെ കണ്ടിട്ടില്ല. അത് മാത്രമല്ല എവിടെയും അത് അദ്ദേഹത്തിൻ്റെ കൂടെ ആയാലും അങ്ങനെയൊന്നും എവിടെയും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം പൊതുവിൽ അക്കാര്യത്തിൽ വളരെ പ്രൈവസി കാര്യമായി സൂക്ഷിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഏത് സന്ദർഭത്തിലായാലും വിവേക് കിരണിൻ്റെ പടം അങ്ങനെ പുറത്തു വരണ്ട, അതൊരു പബ്ലിക് സ്ഫിയറിലേക്ക് വരണ്ട എന്നുള്ളത് കൊണ്ട് ചെയ്തതാണോ, അതോ ഇവിടെ വന്നതുകൊണ്ട് ഈ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഒരു സി എമ്മിന് ഒരു നാണക്കേട് ഉണ്ടാവുമോ എന്നുള്ളത് കൊണ്ട് കളഞ്ഞതാണോ? ഈ രണ്ടിലേതാണ് സംഭവിച്ചത് എന്നുള്ളതും കൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചിലപ്പം ഈ പറഞ്ഞ പ്രൈവസി ചിലപ്പം എനിക്കിപ്പോൾ എനിക്ക് തോന്നിയില്ല, ചിലപ്പോൾ അങ്ങനെയും ആയിക്കൂടെ. അതെ, പ്രൈവസി മാനിച്ച അദ്ദേഹത്തിൻ്റെ പടം എവിടെയും പുറത്തു വരാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾക്ക് അങ്ങനെ ആവുമല്ലോ. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. ഇപ്പം ആരും നമ്മളോട് പറയാതെ നമ്മളൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നതൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അതുപോലെ ഒരാളായിരിക്കാം, അതാവാം. അപ്പം അങ്ങനെ ചോദിക്കാതെ ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനോ ഒരു വലിയ വൻകിട വ്യവസായിയോ അങ്ങനെയൊന്നും അല്ലല്ലോ, ഒരു ചലച്ചിത്ര താരമോ ഒന്നും അല്ലല്ലോ. അങ്ങനെ ആകുമ്പോഴാണ് കൂടുതലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവർക്കാണ് ആ പ്രശ്നം അധികം നേരിടേണ്ടി വരിക. പക്ഷേ വിവേക് കിരണിന് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അയാൾ ആ നിലയ്ക്ക് അയാളുടെ പ്രൈവസിയും കൂടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ അത് ഡിലീറ്റ് ചെയ്ത് തരും. പക്ഷേ മർദ്ദിക്കുക തുടങ്ങിയ അതിക്രമത്തിലേക്ക് അത് കടക്കുക എന്ന് പറയുന്നത് വളരെ ദുരൂഹമാണ് എന്നും കൂടി കാണേണ്ടതുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇതിൽ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴൊക്കെ ഈ എത്ര കണ്ട് ശ്രമിച്ചാലും വിവേക് കിരണില്ല മുഖ്യമന്ത്രിയുടെ മകനല്ല ആര് ശ്രമിച്ചാലും ഒരു പരിധിക്കപ്പുറം ഇതൊന്നും ഇപ്പോൾ ഇനി നടക്കുന്ന കാര്യമല്ല. എൻ്റെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ ഇത്രയധികം സോഷ്യൽ മീഡിയയുടെ പല തരത്തിലുള്ള ശ്രേണികൾക്കിടയിൽ നിന്നുകൊണ്ട് ഞാൻ മാത്രം ആരും അറിയാതെയും ഇതാക്കാതെയും നിൽക്കണമെന്ന് വിചാരിച്ചാലൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ടുള്ളത് ധാരാളം ആളുകൾക്കിടയിലേക്ക് വന്ന് തൊഴാനാണെങ്കിൽ അദ്ദേഹം എവിടെയും വെച്ച് ഫോട്ടോഗ്രാഫി ചെയ്യപ്പെടും. അല്ലാതെ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞാൽ അത് മുഴുവൻ തടയാനൊന്നും കഴിയില്ല. ഇതിപ്പോൾ ഒരു ഫോട്ടോ എടുപ്പിച്ച് അയാളെ തടഞ്ഞു എന്നുള്ളതല്ലാതെ അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പലരും ഫോട്ടോ എടുത്തേനെ, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത് വരികയും ചെയ്തേനെ. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അന്തിമമായിട്ട് അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പരാതി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ പ്രാദേശിക ലേഖകൻ്റെ കാര്യത്തിൽ ഒരു കേസ് ഇല്ലാതെ പോകുന്നത്. അടുത്ത തവണ അത് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു കേസായി മാറും. കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് മുഖ്യമന്ത്രിക്കും കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.